ഹാഷ്മി, ഈ കേസിൽ ഇന്ന് പുലർച്ചെയാണ് ഷാജഹാനെ ഇവിടെ എത്തിച്ചത്. എല്ലാ മാധ്യമങ്ങളോട് പറയുമെന്നാണ് ഷാജഹാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോഴും പറഞ്ഞത്. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഷാജഹാന്റെ അറസ്റ്റ് നിയമപരമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. രാവിലെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും ചെയ്യും. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നുവെന്നേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥനായ മുനമ്പൻ ഡിവൈഎസ്പി 2 ദിവസം അവധിയാണ്. അതുകൊണ്ട് ആലുവ ഡിവൈഎസ്പിക്കാണ് ഈ കേസിന്റെ നിലവിൽ അന്വേഷണ ചുമതല. അപ്പോൾ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഷാജഹാനെ വീണ്ടും ചോദ്യം ചെയ്യും. സ്ഥിരമായ കുറ്റവാളി എന്നാണ് ഷാജഹാനെ കുറിച്ച് പോലീസ് പറയുന്നത്. നേരത്തെ നോട്ടീസ് നൽകിയപ്പോഴും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് ഷാജഹാനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വീണ്ടും അയാൾ വീഡിയോകൾ നിർമ്മിക്കുകയും ഇരയാക്കപ്പെട്ട സ്ത്രീയെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഇന്നലെ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ വളരെ വേഗത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്താനും പോലീസ് തീരുമാനിച്ചത്. വളരെ നിർണായകമായ നീക്കമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഷാജഹാൻ ഇവിടെ ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ രാവിലെ തിരിച്ചെത്തും. ഏകദേശം 10 മണിയോടുകൂടി ഷാജഹാനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്കായി ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യുക. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.